നിങ്ങൾ കാണുന്ന ഡേ 1 മുതൽ ഡേ 7 വരെയുള്ള എൻ്റെ ലിപ്സിലെ പിഗ്മെൻറ്റേഷൻ്റെ ചേഞ്ചാണ്. ഡേ 1 നേരത്തെ കാണിച്ച ആ വൈറ്റ് ഡ്രസ്സിലുള്ളതായിരുന്നു. ഡേ 7 ദേ കണ്ടില്ലേ, ഇതാണ് റിസൾട്ട് എന്ന് പറയുന്നത്. ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് സത്യം പറഞ്ഞാൽ ഒരു യുറേക്ക എന്നൊക്കെ പറയില്ലേ, അങ്ങനെ ഒരു സംഭവമാണ്. കാരണം ഇന്നലെ ഞാനൊരു പരീക്ഷണം എൻ്റെ ചുണ്ടിൽ നടത്തിയായിരുന്നു. അതിൻ്റെ റിസൾട്ട് ഉണ്ട്. അപ്പോൾ റിസൾട്ട് ഉണ്ടെന്ന് എനിക്ക് മാത്രമല്ല തോന്നിയത്, എൻ്റെ അമ്മയ്ക്കും തോന്നി. അപ്പം ഞാൻ വിചാരിച്ചു അങ്ങനെ ഒരു സാധനം ഞാൻ ഫസ്റ്റ് ടൈം യൂസ് ചെയ്തേ ഉള്ളൂ. അപ്പോൾ നല്ല റിസൾട്ട് കാണുന്നുണ്ട്. ചുണ്ടിൽ പിഗ്മെൻറ്റേഷനൊക്കെ അത്യാവശ്യം കുറഞ്ഞിട്ടുണ്ട്. സോ അത് ഇനി മുതൽ അങ്ങനെ ഡെയിലി അപ്ഡേറ്റ് ആയിട്ട് തന്നെ എടുക്കാമെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഞാൻ ആ സാധനം നിങ്ങൾക്ക് കാണിച്ചു തരാം. ആക്ച്വലി ഇതാണ് ആ സംഭവം. ഇത് എൻ്റെ ചുണ്ടിൽ അപ്ലൈ ചെയ്തിട്ട് ഞാനൊരു 10 മിനിറ്റ് വെച്ചായിരുന്നേ. അത് കഴിഞ്ഞിട്ട് ഞാൻ ജസ്റ്റ് ടിഷ്യൂ പേപ്പർ വെച്ച് ജസ്റ്റ് വൈപ്പ് ചെയ്തിട്ട് നോർമൽ നമ്മുടെ ലിപ് ബാം യൂസ് ചെയ്തു. എന്നിട്ട് കിടന്നുറങ്ങി. എന്നിട്ട് രാവിലെ എണീറ്റപ്പോൾ ഉള്ള ഡിഫറൻസ് ആണിത്. എനിക്ക് ചുണ്ട് ഫുള്ളായിട്ട് ഇങ്ങനെ പിങ്ക് കളറായി എന്നൊന്നും പറയാൻ പറ്റില്ല, പക്ഷേ ആ പിഗ്മെൻറ്റേഷൻ നിങ്ങൾക്ക് മാറുന്നത് കാണാൻ പറ്റും. അത് ഞാൻ അത് അപ്ഡേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചത് ഓരോ ദിവസത്തെയും. ഇപ്പോൾ ഇന്നും ഞാനിത് അപ്ലൈ ചെയ്യാൻ പോവാണ്. ഇതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് ഒരു 7 ഡേയ്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് വേണമെങ്കിലും 7 ഡേയ്സ് യൂസ് ചെയ്ത് നോക്കണമല്ലോ. അപ്പോൾ അത് നോക്കിയിട്ട് എൻ്റെ റിസൾട്ട് എന്താണെന്ന് പറഞ്ഞുതരാം. അപ്പോൾ എന്നിട്ട് ഞാനിത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ലൈവായിട്ട് ഞാൻ ഓരോ ദിവസവും പാക്ക് അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഇനി ഓരോ ഡേ 1 ഡേ 2 അങ്ങനെയായിട്ട് വന്നുകൊണ്ടിരിക്കും കേട്ടോ. സോ ഡേ 2 ഇതേപോലെ ഞാൻ പാക്ക് അപ്ലൈ ചെയ്യുന്നുണ്ട്. നൈറ്റും മോർണിംഗും പാക്ക് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി ബെനിഫിറ്റ് ആയിരിക്കും. പക്ഷെ ഞാനിവിടെ ഒരു നേരം മാത്രം, അതായത് ഒന്നില്ലെങ്കിൽ രാവിലെ അതല്ലെങ്കിൽ വൈകുന്നേരമാണ് പാക്ക് അപ്ലൈ ചെയ്തിട്ടുള്ളത്. എനിക്കറിയില്ല, ഇറ്റ് ഈസ് ജസ്റ്റ് ഡേ 3. ഇന്ന് തന്നെ മോർണിംഗ് എണീറ്റ് മുതൽ എൻ്റെ ഫേസിലല്ല ലിപ്സിൽ കാണാൻ പറ്റും. അതായത് ഈ പിഗ്മെൻറ്റേഷൻ ഉണ്ടല്ലോ, വന്ന രീതിയിൽ അങ്ങനെ തന്നെ പോകും. അതായത് താഴെന്ന് ഈ ഭാഗത്തു നിന്നായിരുന്നു എനിക്ക് പിഗ്മെൻറ്റേഷൻ ഇപ്പോൾ കുറഞ്ഞ് വരുന്നുണ്ട്. നിങ്ങൾക്ക് കാണാം ഇവിടെ 2 ഡബിൾ കളറായിട്ട്. അത് പിഗ്മെൻറ്റേഷൻ കുറയുന്നതിൻ്റെയാണ്. അപ്പം നമുക്ക് ഇന്നും കൂടി ഇത് അപ്ലൈ ചെയ്യാം. ഓക്കെ, കണ്ടില്ലേ, ഒരു ഷെയ്ഡ് ഡിഫറൻസ് ഉണ്ട്. താഴെ കുറച്ചും കൂടി ഡാർക്കാണ്, അതിന് മേലെ കുറച്ച് ലൈറ്റാണ്. മേലത്തേന്ന് പറഞ്ഞാൽ ഈ താഴത്തേൻ്റെ അതേ കളർ, അല്ലെങ്കിൽ അതിനെ കുറച്ചുകൂടി ഡെപ്തുള്ള കളർ മേലെ കിടക്കുന്നുണ്ട് കേട്ടോ. ട്രൈ ഫോർ 7 days. ഓക്കെ, ഇനി ഞാൻ നിങ്ങൾക്ക് ഫാസ്റ്റ് ഫോർവേഡായിട്ട് ഓരോ ദിവസത്തിനും റിസൾട്ട് കാണിച്ചു തരാം. ഇത് ഡേ 4 ആണ്. ഡേ 4 നിങ്ങൾക്ക് കാണാൻ പറ്റും ചുണ്ട് നല്ല വ്യത്യാസമുണ്ട്. അതിൽ ഞാൻ ലിപ്സ്റ്റിക്കോ കാര്യങ്ങളോ ഒന്നും തന്നെ യൂസ് ചെയ്തിട്ടില്ല. അത് നമുക്ക് നോർമലായിട്ടുള്ള ചുണ്ടും ലിപ്സ്റ്റിക്ക് ഇട്ടിട്ടുള്ളത് അല്ലെങ്കിൽ ലിപ് ബാം യൂസ് ചെയ്തുള്ള ചുണ്ട് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. സോ ഞാൻ ഒന്നും തന്നെ യൂസ് ചെയ്തിട്ടില്ല കേട്ടോ. അതിനുശേഷം ഡേ 4 നൈറ്റ് ഞാൻ ഈ ഒരു ലിപ് പാക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇത് ഡേ 5 ആണ്. ഡേ 5 നൈറ്റും സെയിം രീതിയിൽ പാക്ക് അപ്ലൈ ചെയ്യുന്നു. എന്നിട്ടൊരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. ഇത് ഡ്രൈ ഒന്നും ആവില്ല. 10 മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഒരു ടിഷ്യൂ പേപ്പർ വെച്ച് വൈപ്പ് ചെയ്തതിന് ശേഷം നിങ്ങൾ നോർമലായിട്ട് യൂസ് ചെയ്യുന്ന ലിപ് ബാം അത് അപ്ലൈ ചെയ്യുക, കിടന്നുറങ്ങുക. ഇതാണ് ഞാൻ ചെയ്തിട്ടുള്ള സ്റ്റെപ്പ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ കുറച്ച് നെയ്യ് എടുക്കുക കേട്ടോ. ഞാനിവിടെ യൂസ് ചെയ്യുന്നത്, ഞാൻ നേരത്തെ തന്നെ ഫേസിൽ ഗീ മോയ്സ്ചറൈസർ എന്ന് പറഞ്ഞിട്ടൊരു സാധനം ഉപയോഗിച്ചിട്ട് അത് ഒരു ഉപകാരം ഇല്ലാതെ അവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ അതിനെയാണ് ഞാൻ എടുത്തിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് നോർമൽ നെയ്യ് യൂസ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം നെയ്യിൻ്റെ സ്മെല്ല് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും എസെൻഷ്യൽ ഓയിൽ ആഡ് ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. സോ ഞാൻ ആ നെയ്യിലോട്ട് ബീട്രൂട്ടിൻ്റെ പൊടി ആഡ് ചെയ്തു. ബീട്രൂട്ട് പൊടി ആഡ് ചെയ്യുന്നത് നോർമലാണ്. അതിൽ എനിക്ക് വലിയ ഡിഫറൻസ് തോന്നിയില്ല. കാരണം ഞാൻ ഓൾറെഡി ബീട്രൂട്ട് പൊടി ആഡ് ചെയ്തിട്ടുള്ള ലിപ് ബാംസ് യൂസ് ചെയ്തപ്പോഴും എനിക്ക് ഇങ്ങനത്തെ ഒരു ചേഞ്ച് വന്നിട്ടുണ്ടെന്നില്ല. ഇതിൽ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് പറഞ്ഞാൽ രക്തചന്ദനം ഉണ്ടല്ലോ, ആ ഒരു പൊടിയായിരുന്നു കേട്ടോ. അപ്പോൾ ഇടയിൽ ചിക്കുവും വന്നിട്ട് അവളും ലിപ് ബാം യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ഒരു പാക്ക് ഞാൻ അവൾക്ക് പറഞ്ഞിട്ടില്ല. ഞാനിത് ഉപയോഗിച്ചിട്ട് 7 ഡേയ്സിന് ശേഷം ഒരു ഇറിറ്റേഷനും ഇല്ലെങ്കിൽ മാത്രം അവളോട് യൂസ് ചെയ്താൽ മതി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ അതുകൊണ്ട് തന്നെയാണ് 7 ഡേയ്സ് യൂസ് ചെയ്തിട്ട് റിസൾട്ട് ഉണ്ട് എന്ന് കണ്ടപ്പോഴാണ് ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. ആൻഡ് ഇതാണ് 7th ഡേ നൈറ്റുള്ള റിസൾട്ട് എന്ന് പറയുന്നത്. ലിപ്സിൽ ഞാൻ അങ്ങനെ തുടച്ച് കാണിക്കുന്നുണ്ട്, കണ്ടില്ലേ. ഞാൻ ലിപ് ബാം യൂസ് ചെയ്തിട്ടില്ല, ലിപ്സ്റ്റിക് യൂസ് ചെയ്തിട്ടില്ല. ആൻഡ് ഇതാണ് ഫൈനൽ റിസൾട്ട് എന്ന് പറയുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കല്ലേ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോകട്ടെ. ടാറ്റാ.